വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വമ്പൻ ജനപ്രിയ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ആളുകൾ ഏറെ പ്രതീക്ഷയോടെയാണ് 10 വർഷത്തെ പിണറായി വിജയൻ ഭരണത്തിന് ശേഷം വി.ഡി. സതീശൻ സർക്കാരിനെ അധികാരത്തിലേറ്റിയത്. എന്നാൽ അവർ സമക്ഷം വലിയ പ്രഖ്യാപനങ്ങൾ, ജനോപകാരമായ വലിയ പ്രഖ്യാപനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തന്നെ സർക്കാരും ലോക് ഭവനും തമ്മിൽ ചെറിയൊരു കല്ലുകടി ഉണ്ടായി. ഗവർണറെ നിയമസഭയിലേക്ക് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി വന്ദേ മാതരം മുഴുവൻ വായിക്കണമെന്ന നിർദ്ദേശം സർക്കാർ തള്ളുകയായിരുന്നു. കേരള പോലീസിന്റെ ബാൻഡ് വന്ദേ മാതരത്തിന്റെ ആദ്യ ഭാഗം മാത്രം വായിച്ചു നിർത്തി. ഇന്നലെ റിഹേഴ്സൽ കണ്ടപ്പോൾ തന്നെ വന്ദേ മാതരം മുഴുവൻ പാടാൻ ലോക് ഭവൻ നിർദ്ദേശിച്ചിരുന്നു. ഇതോടെ ഗവർണറുടെയും ലോക് ഭവന്റെയും തുടർ നീക്കം എന്താകുമെന്നാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അതേസമയം ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് നടത്തിയത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ ധവളപത്രം ഇറക്കുമെന്നും +1 സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്നും എക്സൈസ് നയത്തിൽ വമ്പൻ മാറ്റം വരുത്തുമെന്നും സംയോജിത ഗതാഗത സംവിധാനം നടപ്പാക്കും എന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായി. പ്രസംഗത്തിൽ യുവാക്കളുടെ തൊഴിലില്ലായ്മ നിരക്കിലുള്ള ആശങ്കയാണ് ആദ്യം പരാമർശിച്ചത്. പുതിയുഗ കേരളത്തിനുള്ള പരിശ്രമം നടത്തുമെന്നും ഭരണ സംവിധാനത്തിന് സുതാര്യതയും വേഗവും ഉറപ്പാക്കുമെന്നും പ്രസംഗത്തിൽ പറഞ്ഞു. അഴിമതി രഹിത ഭരണം കാഴ്ചവെക്കും. ഉദ്യോഗസ്ഥ തലത്തിൽ ക്രിയാത്മകതയും കാര്യക്ഷമതയും ഉറപ്പാക്കും. മതനിരപേക്ഷതയ്ക്ക് മുൻതൂക്കം നൽകും. സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഇറക്കും. സാമ്പത്തിക സ്ഥിതിയിൽ ജനങ്ങൾക്ക് വ്യക്തമായ ചിത്രം നൽകും. സേവന മേഖലയിൽ നിന്ന് പിന്മാറില്ല. കേന്ദ്ര സർക്കാരുമായി പരമാവധി സഹകരിക്കും. ന്യായവും അർഹവുമായ പിന്തുണ കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ദിരാ ഗ്യാരണ്ടിയുമായി മുന്നോട്ടു പോകും. ഇതിലെ പ്രധാന ഗ്യാരണ്ടിയായ വയോജന വകുപ്പ് സംസ്ഥാനത്ത് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനിച്ചു. റോഡ്, ജല, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ ബന്ധിപ്പിച്ച ബൃഹത് പദ്ധതി നടപ്പാക്കും. മനുഷ്യ മൃഗ സംഘർഷ മേഖലയിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കും. കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കും. വനിതാ കർഷകരുടെ കൺസോർഷ്യം ഈ വർഷം തന്നെ യാഥാർത്ഥ്യമാക്കും. മണ്ണ് പരിശോധനയ്ക്ക് ശാസ്ത്രീയ സംവിധാനം കൊണ്ടുവരും. സുഗന്ധ വ്യഞ്ജന പാർക്കുകളും പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതിയും നടപ്പാക്കുമെന്നും പ്രസംഗത്തിൽ വ്യക്തമാക്കി. അങ്ങനെ ആകെ മൊത്തത്തിൽ വലിയ ജനപ്രിയ പ്രഖ്യാപനങ്ങളാണ് ഈ നയപ്രസംഗത്തിൽ ഉള്ളത്. വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അടക്കമുള്ള ജനസ്വീകാര്യതയുള്ള നിരവധി പ്രഖ്യാപനങ്ങൾ വി.ഡി. സർക്കാരിന്റെ ആദ്യ നയപ്രസംഗത്തിൽ ഗവർണർ സംസാരിച്ചിരിക്കുകയാണ്. എന്തായാലും വി.ഡി. സതീശൻ സർക്കാരിന് വലിയ ജനപിന്തുണ ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ.